ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു റീൽ ഇട്ടിരുന്നു, വിച്ച് ഇസ് ദ വേൾഡ്സ് മോസ്റ്റ് എക്സ്പെൻസീവ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന്. എങ്ങനെ ആ വീഡിയോയിലേക്ക് എത്തിയെന്നുള്ളതാണ് ഇന്നത്തെ കണ്ടന്റ് എന്നുള്ളത്. എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് വാട്സാപ്പിൽ ചോദിക്കുകയുണ്ടായി, ഈ പ്രീമിയർ പ്രോ എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ, അതിനേക്കാൾ എക്സ്പെൻസീവ് വേറെ വല്ല സോഫ്റ്റ്വെയർ ഉണ്ടോ എന്ന്. ആദ്യം ഞാനും ഒന്ന് സംശയിച്ചു, പ്രീമിയറും ഡാവിഞ്ചിയും ഫൈനൽ കട്ട് പ്രോയും കഴിഞ്ഞ് വേറെ ഏതാണ് സോഫ്റ്റ്വെയർ ഉള്ളതെന്ന്, അത്രയും എക്സ്പെൻസീവ് ആവാൻ വേണ്ടി. അങ്ങനെയാണ് ഞാൻ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്തത്, വിച്ച് ഇസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന്. ഗൂഗിൾ ചെയ്തപ്പോൾ തന്നെ ആദ്യം തന്നെ കുറച്ച് വീഡിയോസാണ് വന്നത്. അതിൽ ഏറ്റവും ഫേസ്റ്റിൽ കിടക്കുന്ന വീഡിയോ ആണ് ശരിക്കും എന്നെ ഒന്ന് അമ്പരിപ്പിച്ചു. ഫിൻസാർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ക്രിയേറ്ററിൻ്റെ ഐ ടെസ്റ്റഡ് ദ വേൾഡ്സ് മോസ്റ്റ് എക്സ്പെൻസീവ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്നുള്ള വീഡിയോ ആയിരുന്നത്. ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ചൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കി. ആ റിസൾട്ടുകളെല്ലാം നോക്കിയപ്പോൾ അഡോബി പ്രീമിയർ പ്രോ വാസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് സോഫ്റ്റ്വെയർ എന്ന മാർക്കറ്റ് എന്നാണ് കണ്ടത്. അന്നേരം എനിക്കൊരു ഡൗട്ട് തോന്നി. നേരെ വിട്ടു അഡോബിൻ്റെ വെബ്സൈറ്റിലേക്ക്. എന്നിട്ട് അവരുടെ പ്ലാനുകൾ എങ്ങനെയാണ്, അതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നോക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അഡോബിൻ്റെ വെബ്സൈറ്റിൽ കയറി അഡോബി ക്രിയേറ്റീവ് ക്ലൗഡിൻ്റെ എല്ലാ ആപ്പുകളും ഉൾപ്പെടുന്ന ബണ്ടിലിൻ്റെ വില നോക്കി. അത് 1916 രൂപയാണ് ഒരു മാസത്തേക്ക്. അങ്ങനെ 12 മാസത്തേക്ക് കൂട്ടുമ്പോൾ തന്നെ 22,980 രൂപ. എന്നാൽ ഒരു ക്യൂരിയോസിറ്റി മൂത്തിട്ട് കുറച്ചുകൂടെ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് അഡോബി പ്രീമിയർ പ്രോ മാത്രമായിട്ട് എത്രയാവുന്നു അന്നേരം നോക്കിയപ്പോൾ 1835 രൂപയായിരുന്നു ഒരു മാസത്തേക്ക്. അങ്ങനെ 12 മാസത്തേക്ക്, അതായത് ഒരു വർഷത്തേക്കുള്ള ലൈസൻസ് നോക്കുമ്പോഴത്തേക്ക് 22,020 രൂപയാവുമായിരുന്നു. പിന്നെ എക്സ്പ്ലോർ ചെയ്ത് നോക്കിയപ്പോഴാണ് അഡോബി പ്രീമിയർ പ്രോയിന് ഒരു ചെറിയ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, 734 രൂപയ്ക്ക്, അതും ഒരു മാസത്തേക്ക്. അങ്ങനെ 12 മാസം, അതായത് ഒരു വർഷത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ 8,808 രൂപയും വരുമായിരുന്നു. ടു ബി നോട്ടഡ് ദാറ്റ് അഡോബി പ്രീമിയർ പ്രോ എന്ന് പറയുന്നത് ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. അതായത് ഇയർലി നിങ്ങൾക്ക് ലൈസൻസ് റിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഞാൻ നേരെ പോയത് ബ്ലാക്ക് മാജിക്കിൻ്റെ വെബ്സൈറ്റിലേക്കാണ് ഡാവിഞ്ചി റിസോൾവിനെ പറ്റി അന്വേഷിക്കാൻ. ഡാവിഞ്ചി റിസോൾവിന് 2 വേരിയൻഷൻസ് ഉണ്ട്, ഒരു ഫ്രീ വേരിയൻറ്റും ഒരു പെയ്ഡ് വേരിയൻറ്റും. ഫ്രീ വേരിയൻറ്റ് തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഫ്രീ വേർഷൻ ആയിട്ടുള്ള ഡാവിഞ്ചി റിസോൾവിലേക്ക് സ്വിച്ച് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അതൊരു ഓർഗനൈസ്ഡ് വർക്ക് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടുതൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുമാത്രമല്ല അതിലെ കളർ ഗ്രേഡിങ്, ഡാവിഞ്ചി ഈസ് വെൽ നോൺ ഫോർ ദ കളർ ഗ്രേഡിങ്. ഇത് സ്റ്റുഡിയോ വേരിയൻ്റ് ആണ്, അതാണ് ഡാവിഞ്ചി റിസോൾവിൻ്റെ പെയ്ഡ് വേരിയൻറ്റ്. അത് 28,980 രൂപയാണ്. ടു ബി നോട്ടഡ് ദാറ്റ് അഡോബ് പോലെ ഇത് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് അല്ല, വൺ ടൈം പേയ്മെൻ്റ് ആണ്. ഒറ്റ പ്രാവശ്യം പർച്ചേസ് ചെയ്യുക, ലൈഫ് ലോങ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ നേരെ പോയത് ഫൈനൽ കട്ട് പ്രോയുടെ വെബ്സൈറ്റിലേക്കാണ്, അതായത് ആപ്പിളിൻ്റെ പ്രൊപ്രൈറ്ററി വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. അതിന് ഒരു 90 ദിവസം ഫ്രീ ട്രയലും ഉണ്ട്, എന്നാൽ പർച്ചേസ് ചെയ്യുന്ന വേരിയൻറ്റും ഉണ്ട്. ഈ പർച്ചേസ് ചെയ്യേണ്ട വേരിയൻറ്റിന് 29,990 രൂപയാണ്. അതും ഡാവിഞ്ചി റിസോൾവ് പോലെ വൺ ടൈം പർച്ചേസ് ആണ്. ഞാൻ ആ വീഡിയോയുടെ തുടക്കത്തിലേ തന്നെ പറഞ്ഞിരുന്നു, ഫിൻസാർ എന്ന് പറഞ്ഞ ഒരു ക്രിയേറ്ററുടെ കണ്ടന്റ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയെന്ന്. ഇനി ആ വീഡിയോയിലേക്ക് വരാം. ഈ ക്രിയേറ്ററുടെ വീഡിയോ കണ്ടപ്പോഴാണ് ഈ 2D 3D സോഫ്റ്റ്വെയർ ആയ ഓട്ടോക്യാഡിൻ്റെ അതേ ക്രിയേറ്റർ ആയിട്ടുള്ള ഓട്ടോഡെസ്കിന് സ്വന്തമായിട്ടും ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് പോലും അറിയുന്നത്. അതിൻ്റെ പേരാണ് ഫ്ലെയിം. പിന്നെ സിംഗിൾ വ്യൂ ഫ്ലെയിം എന്ന് പറയുന്നത് ഡാവിഞ്ചി റിസോൾവ് പോലെ ഒരു നോഡ് ബേസ്ഡ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. നോണെന്നല്ല, നോഡ്, NODE, നോഡ് ബേസ്ഡ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ചു. നേരെ പോയത് ഓട്ടോഡെസ്കിൻ്റെ തന്നെ വെബ്സൈറ്റിലേക്കാണ്. അതിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും ലിസ്റ്റ് ചെയ്യുന്ന പേജിൽ നിന്ന് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് ചെന്നപ്പോഴാണ് ഓട്ടോഡെസ്കിൻ്റെ ഫ്ലെയിം എന്നുള്ള സോഫ്റ്റ്വെയർ കണ്ടത്. ഞാൻ വളരെയധികം അതിശയിക്കുകയും അതുപോലെ തന്നെ ഷോക്ക് ആവുകയും ചെയ്തൊരു കാര്യമുണ്ട്, ഈ സോഫ്റ്റ്വെയറിൻ്റെ പ്രൈസ്. അതായത് ഫ്ലെയിം എന്ന സോഫ്റ്റ്വെയറും സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആണ്. 3,94,120 രൂപ, അതും 1 ഇയറിലേക്കുള്ള മെമ്പർഷിപ്പിന്, സബ്സ്ക്രിപ്ഷന്. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ കൊടുത്തിരുന്നു 3 വർഷത്തേക്കുള്ള ലൈസൻസ്, വിച്ച് കോസ്റ്റ് അറൗണ്ട് 11,82,360 രൂപ. പിന്നെ ഞാൻ ആലോചിക്കാൻ തുടങ്ങി, ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടോ? പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഈ സോഫ്റ്റ്വെയറിനെ പറ്റി കൂടുതൽ അറിയാൻ തോന്നി. ഈ സോഫ്റ്റ്വെയർ റൺ ചെയ്യാൻ വേണ്ട സ്പെസിഫിക്കേഷൻ എന്താണ്, അതായത് ഏത് പ്രൊസസ്സർ വേണം, എത്ര റാം വേണം, എത്ര സ്റ്റോറേജ് വേണമെന്ന്. ഇതിൻ്റെ സ്പെക്ക് തപ്പി പോയപ്പോഴാണ് മനസ്സിലായത് ഫ്ലെയിം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വിൻഡോസിനില്ല. പിന്നെ നോക്കിയപ്പോഴാണ് ലിനക്സിനും മാക്കിനും ആണ് ഫ്ലെയിം എന്ന സോഫ്റ്റ്വെയർ ഉള്ളത്. നമുക്ക് ഫ്ലെയിമിൻ്റെ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് ഒന്ന് നോക്കാം. ഇവിടെ ഫ്ലെയിം 2025 റിലീസ് റിക്വയർമെൻറ്റ്സ് പറയുന്നുണ്ട്. നമുക്ക് ആ പേജിലേക്ക് പോകാം. നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ പറയുന്നുണ്ട് സിസ്റ്റം റിക്വയർമെൻറ്റ് ഫോർ ലിനക്സ്, മാക്ക്. ഇത് രണ്ടും എനിക്കറിയുന്നുള്ളൂ, ബാക്കി എന്തൊക്കെയാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നെ മനസ്സിലായത് വർക്ക് സ്റ്റേഷൻ ബേസ്ഡ് സിസ്റ്റത്തിന് വേണ്ടിയാണ് കൂടുതലും റിലീസ് ചെയ്യുന്നതെന്നാണ്. നമുക്ക് ലിനക്സിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കാം എന്താണെന്ന്. ഇത് പറയുന്നത് നമുക്ക് റോക്കി ലിനക്സ് വേണമെന്നാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട്. CPU ഏതെങ്കിലും 64 ബിറ്റ് മൾട്ടി കോർ, നമുക്കൊരു 64 GB എങ്കിലും ബേസിക് റാം വേണമെന്നാണ് പറയുന്നത്. എന്നാൽ 96 GB അല്ലെങ്കിൽ അതിൽ കൂടുതലാണ് റെക്കമെൻഡഡ്. ഡിസ്പ്ലേ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് മിനിമം 1080p ആണ് പറയുന്നത്, 60 FPS. ഏറ്റവും ഹയസ്റ്റ് 4K വരെ പോകുന്നതാണ്.
പിന്നെ ഇതിൽ ഒറ്റ കാര്യം താഴെ കൊടുത്തിട്ടുണ്ട്, റീഫ്രഷ് റേറ്റ്, അതായത് 60 ഹേർട്സിന് മുകളിലുള്ള റീഫ്രഷ് റേറ്റ് സപ്പോർട്ടഡ് അല്ലെന്ന്. പിന്നെ ഡിസ്പ്ലേ കാർഡ് അഥവാ നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് എന്നുള്ളത്. പക്ഷേ ഇത് ഗ്രാഫിക്സ് കാർഡിൽ കൂടുതൽ പറയാൻ ബെറ്റർ റെൻഡർ കാർഡ് എന്നാണ്. NVIDIA Quadro P സീരീസിന്റെ റെൻഡർ കാർഡുകളാണ്. റെൻഡർ കാർഡ് വേഴ്സസ് ഗ്രാഫിക്സ് കാർഡ് എന്നുള്ള സീരീസിനെ പറ്റി ഒരു വീഡിയോ വേണമെങ്കിൽ കമന്റ് ഡൗൺ ചെയ്യുക, നമുക്കത് പരിഗണിക്കാവുന്നതാണ്. പിന്നെ സ്റ്റോറേജ് ആയിട്ട് 10 GB, പിന്നെ ഓപ്ഷണൽ ഹാർഡ്വെയർ അതൊന്നും ഞാൻ നോക്കുന്നില്ല. ഇനി മാക്കിന്റെ സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിലും ഉണ്ട് സ്പെസിഫിക്കേഷൻ. അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആപ്പിൾ സിലിക്കണിന്റെ ഇത്, അതായത് M സീരീസ് പ്രൊസസ്സറിന്റെയും പിന്നെ ഇന്റൽ ബേസ്ഡ് സിസ്റ്റംസിന്റെയും സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്. ഇതിൽ OS ഏത് വേണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മിനിമം മോണ്ടറെ ആണ് പറയുന്നത്. അത് നമ്മുടെ Windows 10, Windows 11 പോലെ തന്നെ ആപ്പിളിന്റെ മാക് OSന്റെ ഓരോ വേരിയന്റിന്റെയും പേരാണ്. പിന്നെ ഏത് CPU വേണമെന്നുള്ളത്, സിലിക്കൺ ആണെങ്കിൽ ആപ്പിളിന്റെ എന്തെങ്കിലും M സീരീസ് പ്രൊസസ്സറാണ് മിനിമം എന്ന് പറയുന്നത്. റെക്കമെൻഡഡ് M1 Ultra ആണ്. പിന്നെ റാം ഒക്കെ 32 GB, അത് ബേസിക് ആണ്. റെക്കമെൻഡഡ് ആപ്പിൾ M1 Ultra 64 GB യൂണിഫൈഡ് മെമ്മറി വേണമെന്നാണ് പറയുന്നത്. ഗ്രാഫിക്സ് കാർഡ് ഏതാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതും M സീരീസ് യൂണിഫൈഡ് GPU തന്നെ, അത് പ്രൊസസ്സറിൽ ഇൻബിൽട്ട് വരുന്ന ആപ്പിളിന്റെ തന്നെ സ്വന്തം GPU. പക്ഷേ ഇപ്പുറത്ത് ഇന്റലിനകത്ത് 8 GB മിനിമം ഗ്രാഫിക്സ് കാർഡ് വേണമെന്നാണ്. പിന്നെ താഴെ ഡിസ്പ്ലേയുടെ ഇത് പറയുന്നുണ്ട്, അതും 1080p 60 ഫ്രെയിംസ് വരെ പറയുന്നുള്ളൂ. ഡിസ്ക് സ്പേസ് 10 GB. ഇനി ഒരു ചോദ്യത്തിലേക്ക് എത്താം, എന്താണ് ഓട്ടോഡെസ്ക് ഫ്ലെയിം? ഓട്ടോഡെസ്ക് ഫ്ലെയിം എന്നുള്ളത് ഒരു പവർഫുൾ വിഷ്വൽ എഫക്ട്സ് സൊല്യൂഷൻ ആയിട്ടാണ് അവർ പറയുന്നത്. ഇൻ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഡാവിഞ്ചി റിസോൾവ് പോലെ തന്നെ ഒരു നോഡ് ബേസ്ഡ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. കുറച്ചുകൂടെ രസമുള്ള ഒരു ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അഡോബി പ്രീമിയറിനും ആഫ്റ്റർ എഫക്ട്സും കൂടെ കൂട്ടി യോജിപ്പിച്ചാൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ്, അതുപോലെയാണ് ഓട്ടോഡെസ്ക് ഫ്ലെയിം എന്ന് പറയുന്നത്. ഈ സോഫ്റ്റ്വെയർ ആരൊക്കെ ഉപയോഗിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോളിവുഡ് വിഷ്വൽ എഫക്ട്സ് സ്റ്റുഡിയോയിൽ ഉള്ള ആർട്ടിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ടിട്ടുള്ള ഇൻസെപ്ഷൻ, അവതാർ പോലുള്ള സിനിമകൾ ചെയ്ത VFX എഡിറ്റർമാർ. പിന്നെ ഇത് ട്രൈ ഔട്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നോക്കി ചെന്നപ്പോഴത്തേക്ക് ഈ പെയ്ഡ് വെർഷൻ അല്ലാതെ ഭാഗ്യത്തിന് ഒരു ട്രയൽ വെർഷൻ ഉണ്ടായിരുന്നു. അത് എൻ്റെ മാക്ബുക്ക് പ്രോയിൽ ഇട്ട് നോക്കി. ദോഷം പറയരുതല്ലോ, എൻ്റെ സിസ്റ്റം അടിച്ചു പോയില്ല എന്നുള്ള അവസ്ഥ വരെ എത്തി. അത്രയും പവർ ഹംഗ്രി ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണത്. 16 GB റാം ഒന്നും പോരാ. എൻ്റെ മാക്ബുക്ക് പ്രോ റൺ ചെയ്യുന്നത് ഒരു i7 പ്രോസസ്സറാണ്, അതുപോലെ തന്നെ 16 GB റാമും ഉണ്ട്. എന്നാൽ ഫ്ലെയിം എന്നുള്ള ആപ്ലിക്കേഷൻ റൺ ചെയ്യാനായിട്ട് ഈ സ്പെസിഫിക്കേഷൻ ഒന്നും പോരാ. പ്രൊസസ്സർ ചിലപ്പോൾ ഓക്കെ ആയിരിക്കാം, പക്ഷേ റാം ഒട്ടും പോരാ. അവരുടെ വെബ്സൈറ്റിൽ തന്നെ 32 GB ആണ് മിനിമം പറയുന്നത്. ഈ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ മാക്ബുക്കിൽ ഇട്ട് നോക്കി ചീറ്റിപ്പോയി. എന്നാൽ ഇത് എവിടെ ഒന്ന് റൺ ചെയ്ത് നോക്കുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ ഒരു വർക്ക് സ്റ്റേഷൻ ഗ്രേഡ് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരിക്കൽ ഹാക്കിൻഡോഷ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യുന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് അതിൽ കൊണ്ട് ലോഡ് ചെയ്തു. എൻ്റെ ഓണസ്റ്റ് ഒപ്പീനിയനിൽ പറയുകയാണ്, ഫ്ലെയിം പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത്തിരി നല്ല അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണത്. ഒരു ഒരു കൺസ്യൂമർ ഫ്രണ്ട്ലി അല്ലാത്തൊരു സോഫ്റ്റ്വെയർ ആയിട്ടാണ് എനിക്ക് ആദ്യം തോന്നിയത്. എനിക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ഇതിൻ്റെ ബേസിക്സ് പോലും പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും തല കറങ്ങി വീഴും. അമ്മാതിരി ട്രിക്കി ഒരു സോഫ്റ്റ്വെയർ ആണിത്. പിന്നെ എന്തിനു ഞാൻ ഇത് ട്രൈ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന വിലയ്ക്കുള്ള എന്തെങ്കിലും ഗുണം അതിനുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ട്രൈ ചെയ്യാൻ നോക്കിയത്. പിന്നെ എങ്ങനെയൊക്കെയോ ഇത് റണ്ണാക്കി എടുത്തപ്പോഴത്തേക്കാണ് ഒരു സീക്വൻസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു തത്രപ്പാട്. ഒരു സീക്വൻസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് പാടുപെട്ടെങ്കിലും ഫയലുകളെല്ലാം ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു എഡിറ്ററിന് ടൈം കോഡ് ഇല്ല. വളരെ മികച്ച ഒരിത്. ഇതിൽ ഫുട്ടേജുകൾ തമ്മിൽ എഫക്ട്സ് ഇടാൻ നോക്കിയപ്പോഴത്തേക്കും പെട്ടുപോയി എന്നുള്ള അവസ്ഥയിലായിരുന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രീമിയർ പ്രോയിലാണെങ്കിലും ഡാവിഞ്ചി റിസോൾവിലാണെങ്കിലും ഫൈനൽ കട്ട് പ്രോയിലാണെങ്കിലും ഒരു ഗ്രീൻ സ്ക്രീൻ ഫുട്ടേജ് ഇടുന്നതിന് പോലും സത്യം പറഞ്ഞ് ഇത്രയും കഷ്ടപ്പാടില്ല. ഒരൊറ്റ സെന്റൻസിൽ ഇതിന്റെ വേർഡിക്റ്റ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞ വഴിയെ പോയി മൂക്കെ തൊടുന്ന അവസ്ഥയാണ്. പിന്നെ എന്താണ് ഇത്രയൊക്കെ ട്രൈ ഔട്ട് ചെയ്തിട്ടും സത്യം പറഞ്ഞ് ഇത് ഉപയോഗിക്കുന്നവരെ ഞാൻ നമിച്ചു പോയി. നമുക്ക് വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. ഫ്ലെയിം എന്നുള്ളത് ശരിക്കും പറയാൻ നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്, ഉപയോഗിക്കാൻ അറിയുന്നവർക്ക് മാത്രം. എന്നാൽ ഇങ്ങനൊരു സോഫ്റ്റ്വെയർ ഇന്റർനെറ്റിൽ ഉണ്ടല്ലോ എന്ന് ഇപ്പോഴാണ് അറിയുന്നത് പോലും. എത്ര പേർക്ക് ഇതിനെപ്പറ്റി അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയും കൊണ്ട് ഇങ്ങനൊരു സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് ഒരു അറിവ് കിട്ടിയെങ്കിൽ നല്ല കാര്യം. സോ ഇതൊക്കെയാണ് ഓട്ടോഡെസ്കിൻ്റെ ഫ്ലെയിം എന്നുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസും എനിക്ക് തോന്നിയ കാര്യങ്ങളുമെല്ലാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സോഫ്റ്റ്വെയറിനെ പറ്റി കൂടുതൽ അറിയാമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അത് ഈ വീഡിയോ കാണുന്നവർക്ക് കൂടുതൽ ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.